രേണുസുതിയുടെ ക്യാൻസറിൻ്റെ കാര്യം രേണുസുതി തന്നെ വന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കുറച്ച് മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിലോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ്. എനിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി. ചിലവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലത്തെ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മമ്മോഗ്രാമിലൂടെ സംശയം തോന്നിയ ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ടുവരാൻ ഭദ്രമായിട്ട് വെച്ചു. ഒരു മനുഷ്യൻ രേണുസുതി ദുഃഖത്തോടുകൂടി സങ്കടത്തോടുകൂടി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ. ശ്രീവിദ്യയ്ക്ക് വന്ന അതേ രോഗമാണ്. ശ്രീവിദ്യയ്ക്ക് വന്നു, ശ്രീവിദ്യ അത് ഒളിച്ചു വെച്ചു. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ കണ്ട ഒരു രോഗത്തിനെ മറച്ചു വെച്ച് ചികിത്സ ചെയ്യാണ്ട് അത് വളരെയധികം കൂട്ടി 1st സ്റ്റേജ് 2 സ്റ്റേജ് 3-ാം സ്റ്റേജിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വരെ എത്തിയെന്നാണ് പറയണത്. അപ്പോൾ അതുവരെ ചികിത്സിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഈ രേണുസുതിനെ നമ്മൾ ഈ കാണുന്ന രേണുസുതി ഒന്നല്ല. ഇങ്ങനെയുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മറക്കാൻ വേണ്ടി എന്തൊക്കെയോ ആ കുട്ടി കാട്ടിക്കൂട്ടി. ഞാൻ ആ കുട്ടീനെ കുറിച്ച് വളരെ നല്ല വീഡിയോകളാണ് ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. ഒരിക്കലും ഞാൻ രേണുസുതിനെ ബിഗ് ബോസിൽ പോയപ്പോഴോ അതിന് പുറത്ത് വന്നപ്പോഴോ ഒന്നും ഇതിൻ്റെ ബാക്കിൽ വലിയ എന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതേപോലെ തന്നെ ആ രഹസ്യം എന്താണെന്നുള്ളപ്പോൾ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ആ കുട്ടീനെ ഒരുപാട് മോശമായി വീഡിയോ ചെയ്ത് ആ കുട്ടിയുടെ ഉറക്കം കളയാൻ വേണ്ടിയുള്ള ഓരോ വീഡിയോകൾ ചെയ്ത് ആ കുട്ടി ചെയ്യുന്നതിനെല്ലാം വിമർശിച്ച് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കാശുണ്ടാക്കാനുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്നുള്ളതും ആ കുട്ടി എന്താണ് ഇങ്ങനെ ജീവിക്കുന്നുള്ളതൊന്നും ചിന്തിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒരാളില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് അത് വളരെ ക്രൂരമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു രോഗിയെയാണ് നിങ്ങൾ ഈ കണ്ട നാളും കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ഈ ആറാട്ട് നടത്തി വിടുന്നത്. അത് എന്ത് വലിയ തെറ്റാണെന്നറിയാം. ആ കുട്ടിക്ക് നിങ്ങൾ ഓരോ വീഡിയോകൾ കാണുമ്പോഴും എത്രയധികം മനസ്സിന് വേദനിക്കുന്നുണ്ടാവും, അത്ര ടെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ ടെൻഷനും ഇതുപോലെ മനസ്സിന് വിഷമങ്ങളും ഉറക്കമില്ലാണ്ടായി ഈ രോഗം പെട്ടെന്ന് പടർന്ന് പന്തലിക്കും. രേണുസുതി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രോഗം ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ തുടക്കത്തിൽ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷെ എന്നിരുന്നാലും ഒരു വിധവയല്ലേ, ഒരു കുട്ടീനെ എന്തെങ്കിലും അവർക്ക് ഒരു ചെറിയൊരു കുട്ടിയും കൂടി ഉള്ളതല്ലേ, അതെങ്കിലും ആലോചിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് അവരെ വെറുതെ വിടായിരുന്നു. പക്ഷെ വെറുതെ വിട്ടില്ല. ആ രേണുസുതിരെ പച്ചർച്ച് തിന്നാനായിട്ട് ആർത്തി കൊണ്ട് നടക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ കുറ്റബോധം ഉണ്ടായത് എന്താ കാര്യം? അതാണ് നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോഴും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പുറത്തു നിന്ന് വിമർശിക്കുമ്പോഴും നമുക്ക് അതിൻ്റെയുള്ള അവകാശമൊന്നുമില്ല. അവരുടേതായുള്ള ജീവിതം അവർ തേടി 4 അന്നത്തിന് വേണ്ടി അവർ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ആ കുട്ടീനെ വെറുതെ വിടാം. എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് സുഖമായി ഒരു അപകടമില്ലാണ്ട് തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഈ കണ്ണുകളോടുകൂടി ഈ രേണുസുതി പറഞ്ഞതെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇനി ഇതും നുണയാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇത് നുണയാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവർക്കൊക്കെ ഈശ്വരൻ കൊടുത്തോട്ടെ. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. രേണുസുതിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. ശരി, ഇത്രയേ ഉള്ളൂ.